അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട പലകൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പലകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് മഹാഗണി, വാഗ, അതുപോലെ മുള്ളങ്കൈനി എന്നീ 3 മരങ്ങളാണ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് മരത്തിൻ്റെ സൈസും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് നോക്കിയെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മില്ലിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് ചിപ്പിലി അടിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നല്ല ക്ലീനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മരം എടുത്തോട്ട് നമുക്ക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5100 രൂപ മാത്രമാണ് അവിടെ ആയിട്ടുള്ളത്. നമ്മളിത് കടയിൽ കൊണ്ടുപോയിട്ട്, അതായത് മില്ലിൽ കൊണ്ടുപോയിട്ട് ചിപ്പിലി അടിച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ സൈസിന് കറക്റ്റ് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിട്ടുള്ളത് 800 രൂപയാണ് ആയിട്ടുള്ളത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഒന്നും ബഡ്ജറ്റിൽ നിൽക്കില്ല, വലിയ വലിയ ക്യാഷ് വരും, 50,000 1 ലക്ഷം രൂപയൊക്കെയാണ് ഇതിന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിത് ഇന്ന് എത്ര ബഡ്ജറ്റിൽ ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മരം ഒന്ന് ക്ലീനാക്കി പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യാൻ മീൻസ് നമ്മൾ ഇതിന് വാർണിഷ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഒരു വുഡൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടും. അതിൽ വാൾനട്ട് കളറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതും ഈ വാർണിഷും രണ്ടും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിയ മരം 1-2 കളറാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നോക്കുക. കുറച്ച് ടിന്നർ ഒഴിച്ചതിന് ശേഷം, കുറച്ച് ടിന്നർ എന്തായാലും നമ്മൾ ഒഴിക്കണം, അതും ഒഴിച്ചിട്ട് ആദ്യം മിക്സ് ആക്കിയിട്ട് കുറച്ച് കളർ കൂട്ടിയും കുറച്ചും നിങ്ങൾ 2 പലകയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നോക്കും. ഏകദേശം ഒരേ കളറായി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചിപ്പിൽ അടിച്ച് കഴിഞ്ഞാലും ചില ഭാഗത്ത് കുറച്ചൊരു ഓരോ ഭാഗമായിട്ടുണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സാൻഡ് പേപ്പർ ഇട്ട് വരുത്തി നല്ല ക്ലീൻ ആക്കി വെക്കുക. എന്നിട്ട് വേണം അതിൽ നമ്മൾ ഈ വാർണിഷ് അടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാർണിഷ് നല്ല ക്ലീൻ ആക്കിയതും അടിച്ചു കൊടുക്കുക. ഇവിടെ ഈ വാർണിഷിനും അതുപോലെ നമ്മൾ ആ വാൾനട്ട് കളറിനും കൂടെ നമുക്കായിട്ടുള്ള ഏകദേശം 200 രൂപയുടെ അടുത്താണ് ആയിട്ടുള്ളത്. ആ വാൾനട്ട് കളർ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വാങ്ങുന്ന മരം എല്ലാം ഒരേ മരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഇതുപോലെ 2-3 കളറുള്ള മരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അതുപോലെ ഇങ്ങനെ നന്നായിട്ട് വാർണിഷ് അടിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ഈ വെച്ചതുപോലെ അട്ടിക്കട്ടിയായിട്ട് ഒരിക്കലും വെക്കരുത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വെച്ചു എന്ന് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്ന ചില ഫാൾട്ടുകൾ ഇവിടെ തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളത് അട്ടിക്കട്ടിക്ക് വെക്കുന്ന ഒരു ടൈമിൽ നമ്മളത് വാർണിഷ് വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ അടിയിലുള്ള പലക ഉണ്ടല്ലോ അതിന്മേലൊന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അത് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റെയറിൻ്റെ കമ്പിയിൽ നമ്മൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ഇട്ടണം. നമ്മുടെ പലക നല്ല ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ എടുത്തിട്ടുള്ള ഡ്രില്ലർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂ ഒക്കെ ഡ്രില്ല് ചെയ്ത് കയറ്റുന്ന ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിയുന്ന സ്ലോ ആയിട്ട് തിരിക്കാൻ പറ്റുന്ന ഡ്രില്ലറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ കമ്പി നമുക്ക് തുളച്ച് വലിയ ഹോൾ ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 2 ഇഞ്ച് കനമുള്ള ഒരു സ്ക്രൂ കയറ്റാൻ പറ്റിയ രീതിയിലുള്ള ഹോൾ ഇടുക. അതിനുള്ള ഡ്രില്ലറും കാര്യങ്ങളും ഡ്രില്ലർ ബിറ്റും യൂസ് ചെയ്തിട്ട് ഇത് നിങ്ങൾ തന്നെ ഡ്രില്ല് ചെയ്തിട്ട് ഹോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവ് ഇതിന് വരുള്ളൂ. കാരണം ഒരു ഡ്രില്ലർ മെഷീൻ വാടകയ്ക്ക് എടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-150 രൂപ മാക്സിമം വരുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഒരാളെ കൊണ്ട്, അതായത് നിങ്ങളിങ്ങനെ ഫ്രെയിം അടിച്ചതിന് ശേഷം ഒരാളെ കൊണ്ട് പലക എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ക്യാഷ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 1000-1500 രൂപ അയാൾക്ക് ദിവസക്കൂലി എന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് കമൻസ്. പ്രത്യേകിച്ച് ഈ വെൽഡ് ചെയ്യുന്ന ചേട്ടന്മാർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വെൽഡറാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വെൽഡർ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബഡ്ജറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ വെറുതെ പറയണ കമ്പിക്ക് എത്ര വില അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഭയങ്കര നഷ്ടമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം കൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് അവരെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ. ഇപ്പം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനും ഒരു വെൽഡറായിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ ആ രീതിയിൽ തന്നെ ഞാനും സംസാരിക്കുള്ളൂ. കാരണം നമ്മുടെ തൊഴിൽ തന്നെയാണ് നമുക്ക് എപ്പോഴും വലുത്, അത് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കമൻറ്റിലിട്ടില്ല അവരെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ യാതൊരു തെറ്റുമില്ല.
പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നല്ല. അതിൽ പല ലേബേഴ്സിനെയും പല വർക്കിൻ്റെ ആൾക്കാരെയും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അല്ലാതെ ഒരു കാര്യവും നമ്മൾ വിചാരിച്ചാൽ നടക്കില്ലെന്ന് നമുക്ക് ചിന്തിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ സ്ക്രൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോൾട്ടിട്ട് പലക അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരാളെ കയറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ചിൻ്റെ സ്ക്രൂ എടുത്തിട്ടുണ്ട്. അത് ഈ ഡ്രില്ലർ തന്നെ വെച്ചാണ്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാർ, ഇത് എത്ര ഇതിലാണ് കട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അതായത് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഹൈറ്റ്, അതായത് റൈസ് വരുന്നത് ഒരു ഏകദേശം അല്ല 17 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ കാല് വെക്കുന്ന ഭാഗം അത് നമ്മൾ 25 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വീതി വരുന്നത് 90 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങൾ. പോളിഷ് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡ് റെയിൽ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനാണ് നമുക്കുള്ളത്. അപ്പോൾ ഹാൻഡ് റെയിലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ 2 കുന്നിൻ്റെ പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അത് 2 ലെങ്ത്താണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് നിങ്ങൾ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇതിൽ നമ്മളൊരു വുഡ് ആൻഡ് ടച്ചുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത്. അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത മരത്തിന് കൊടുത്ത വാൾനട്ട് കളറും നമ്മളെ പ്രൈമറും പിന്നെ കുറച്ച് കൂടുതൽ ടിന്നറും കൂടി എടുത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മളിതിൽ കൊടുത്തുള്ളത്. അതാണ് ഒരു വുഡ് ആൻഡ് ടച്ച് ഫീൽ ചെയ്തതിൽ കിട്ടുന്നത്. ഇത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വരുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ കുറേ ആൾക്കാർ ഇത് വെൽഡ് ചെയ്ത ആൾക്കാരെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കേഴ്സിൻ്റെ. ഞാനത് തരാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അനുവാദമില്ലാതെ കൊടുക്കണ്ട എന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ കൊടുത്തോളെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിനത്ര ടോട്ടൽ കോസ്റ്റായി, അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഇതിൽ നമുക്ക് കമ്പിക്കും അപ്പോക്സിക്കും കൂടെ ആയിട്ടുള്ളത് 11,000 രൂപയാണ്. പിന്നെ പണിക്കാരുടെ കൂലി 4,000 രൂപ വന്നിട്ടുണ്ട്. മരം 5,100 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ചിപ്പിളി അടിക്കാൻ 200 രൂപ. പിന്നെ വാർണിഷ് കാര്യങ്ങൾ വാങ്ങാൻ 200 രൂപയുടെ ഉള്ളിൽ. പിന്നെ ഹാൻഡ് റെയിൽ വെക്കാൻ 1,200 രൂപയുടെ കമ്പി നമ്മൾ വാങ്ങിയിട്ടുണ്ട്, പൈപ്പ്. അങ്ങനെ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ടോട്ടൽ നമുക്ക് ഏകദേശം ആയിട്ടുള്ള 22,300 രൂപയുടെ അടുത്താണ് നമുക്കായിട്ടുള്ളത്. ചിലപ്പോൾ അതിൽ കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന് കൂടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം കൂട്ടി നോക്കുകയാണെങ്കിൽ തന്നെ 23,000 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് 25 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി അടിപൊളിയാക്കി ഹാൻഡ് റെയിലും ഇനിയിപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസും കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾ കാര്യമാക്കേണ്ട, അത് ചുമ്മാ തട്ടിക്കൂട്ടാണ്. അടുത്ത നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അടിയിൽ എങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീടും അതുപോലെ പുതിയ പുതിയ ടേബിൾ, കസേര, അതുപോലെ ക്രാഫ്റ്റ് ആയിട്ടുള്ള രീതിയിലും നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട് എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ള ഒരു ചാനൽ കൂടിയാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ്.